ക്യാമൽ മീറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കാണുന്ന അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെപ്പർ ക്യാമൽ റോസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ക്യാമൽ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിഷസ് ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം കുറച്ച് ടിപ്പൊക്കെ ഉണ്ട് അത് കഴുകി റെഡിയാക്കുന്നതിനും വേവിച്ചെടുക്കുന്നതിനൊക്കെ. അപ്പം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ ആ ക്യാമൽ മീറ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകി ഒഴിവാക്കണം. നമ്മളുടെ ബീഫിൻ്റെ പോലെ തന്നെ കുറച്ചൊരു ബ്ലഡ് ഇങ്ങനെ വെള്ളത്തിൽ കലങ്ങി കലങ്ങി വരുന്ന ഒരു തരം മീറ്റാണിത്. അപ്പം നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുക്കണം. അതും കഴിഞ്ഞതിന് ശേഷം കുറച്ച് നമ്മുടെ വിനാഗിരി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതുമല്ല നമ്മുടെ ബീഫിന്റെ പോലെ തന്നെ നന്നായിട്ട് വേവും ഉണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 8 വിസിൽ എന്തായാലും വരണം കേട്ടോ. ഇനി ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ വേവിച്ചെടുക്കാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് നോക്കാം. കുക്കറിലാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ക്യാമൽ മീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ ഒരു സൈസിലുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പെപ്പർ റോസ്റ്റ് അല്ല, അതിന് വിനാഗിരിയുടെ ടേസ്റ്റിനേക്കാളും ബെറ്റർ ചെറുനാരങ്ങയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിക്കാം. നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് 1/2 കിലോ ക്യാമൽ മീറ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നതിൽ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തും 1 സ്പൂൺ കൂടി നമ്മളിതിൽ ചേർക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വിസില് വരുത്തിയതിന് ശേഷം ഓഫ് ചെയ്യാം കേട്ടോ. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർക്കാം. ഇതിന്റെ ഒരു പച്ചച്ചുവ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പാക്കി എടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ക്യാമൽ മീറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാമൽ മീറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കാണുന്ന അതുപോലെ തന്നെയാണ്. കുറച്ചൊരു ഉറപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, എങ്ങനെയാണ് ഒരു നാര് പോലെയുള്ള മീറ്റാണ് കേട്ടോ ഇത്. നമുക്കിത് വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട്ട് വേവിച്ച് വെച്ച ക്യാമലിന് ചേർക്കാം. നമ്മളിപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, കറിയൊക്കെ തന്നെ നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലൊക്കെ ഉള്ള പീസാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കറി കിട്ടും. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇടാം. ആദ്യം തന്നെ നമുക്ക് ഇതിൽ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് കുറച്ചൊരു കുറവാണ് വേണ്ടത്. കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ അളവും കൂടെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട അതിന് അളവ് തന്നെയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒക്കെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഈ മസാലയൊക്കെ തന്നെ നന്നായിട്ട് നമ്മുടെ ക്യാമലിൽ പിടിക്കുകയും ചെയ്യും. നമുക്കൊരു ഡ്രൈ പോലെയാണ് നമുക്ക് ഈ റോസ്റ്റ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിൽ കണ്ടില്ലേ, ഒരു കുരുമുളകിന്റെ ഒരു കളറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റെസിപ്പിയുടെ പേര് തന്നെ ക്യാമൽ പെപ്പർ റോസ്റ്റ് എന്നാണ്. കുരുമുളകാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ ഒരു കളർ ഷെയ്ഡിങ്ങിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തന്നെ ഒന്ന് ഇതിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇപ്പൊ കണ്ടിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ തന്നെ ക്യാമൽ മീറ്റിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതില് മല്ലിയില ഇടുന്നില്ല കേട്ടോ. അതിന് പകരം കുറച്ച് നമ്മുടെ സവോള ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പെപ്പർ റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് അതിന് വേവിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാമൽ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുരുമുളകിന്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്.
അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ തന്നെ നല്ലൊരു കോംബി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്തരത്തിൽ നമുക്ക് പുതുമയാർന്ന ഡിഷസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്